ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നൊരു മുട്ടത്തോരനാണ്. അതിന് വേണ്ടി മുട്ട, തേങ്ങ, സവോള ചെറുതായിട്ട് അരിഞ്ഞതാണ്, പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ വേണ്ടത് മെയിനായിട്ട് എണ്ണ വേണം, കുറച്ച് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി, ഇത്രയും സാധനം മതി. ഭയങ്കര സിമ്പിളായിട്ട് ഇത് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ചീൻചട്ടി വെച്ച് ചീൻചട്ടി നന്നായിട്ട് ചൂടായി വന്നപ്പോഴത്തേക്കും നമ്മൾ അതിനകത്തേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എണ്ണ നമ്മൾ ചൂടായി വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. എണ്ണ ചൂടായി വന്നപ്പോഴത്തേക്കും നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ സവോള ഏറ്റവും ചെറുതായിട്ട് കുഞ്ഞതായിട്ട് അരിയുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് അരിഞ്ഞെടുക്കുക, അല്ലെങ്കിൽ ചോപ്പർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് ചെയ്തെടുത്താലും മതി. നമ്മൾ സവോള ഇട്ട് കൊടുത്തു. ഈ സവോള ഇട്ടിട്ട് നമ്മളൊരു കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. നല്ല ഒരു ബ്രൗൺ ഷെയ്ഡ് ആവുന്ന വരെ നമ്മളിത് സവോള വഴറ്റണം. അപ്പം എല്ലാവർക്കും അറിയാമെന്നായിരിക്കും, സവോള ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്നൊന്ന് വഴണ്ട് വരാനായിട്ട്, അതിൻ്റെ കളറൊക്കെ മാറി ഇതായിട്ട് വരാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് സവോള സെറ്റായി വരും. അപ്പോൾ സവോള ഒന്ന് സെറ്റായി വന്ന് ആ ഒരു ബ്രൗൺ കളറിലേക്ക് ആയപ്പോഴത്തേക്കും നമ്മൾ പച്ചമുളകും ബാക്കിയുള്ള തേങ്ങയും കൂടി ചേർക്കുകയാണ്. അപ്പം ഈ തേങ്ങയും കൂടി ചേർക്കുമ്പോഴത്തേക്കും ഇപ്പം നമുക്ക് കുറച്ച് ഇപ്പം മുട്ട കുറവാണെങ്കിലും കുറച്ച് കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ തോരൻ കുറച്ചുകൂടെ ക്വാണ്ടിറ്റി കാണുകയും ചെയ്യും, എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടിരിക്കും. അപ്പോൾ തേങ്ങ ഒന്ന് ഇതായി വന്നപ്പോഴത്തേക്കും നമ്മൾ അതിനകത്തേക്ക് കുരുമുളക് പൊടിയും ബാക്കി ഉപ്പും, ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും മുളക് പൊടിയും കൂടി നമ്മൾ ചേർക്കുകയാണ്. നേരത്തെ നമ്മൾ ആ സവോള ഒന്ന് ഇതാകാനുള്ള ഉപ്പ് മാത്രമേ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ബാക്കിയുള്ള ഉപ്പും കൂടി ചേർത്ത് ഈ അതൊന്ന് പൊട്ടി മസാലയുടെ ആ ഒരു മണം ഒന്ന് മാറി കഴിയുമ്പോഴത്തേക്കും നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. നമ്മളിപ്പോൾ 3 മുട്ടയാണ് എടുത്തേക്കുന്നത് ഇവിടെ. അപ്പോൾ 3 മുട്ട നമ്മൾ പൊട്ടിച്ച് ചേർക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മുടെ പരിപാടി ഏകദേശം തീരാറായി. മുട്ട പൊട്ടിച്ച് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിത് നന്നായിട്ട് മസാലയും ഈ മുട്ടയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് തരാം. നന്നായിട്ട് നമ്മളത് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തിട്ട് അത് വലിയ വലിയ കട്ടയല്ലാണ്ട് ചെറിയ ചെറിയ മിക്സ് ചെയ്ത് ചെറിയ ചെറിയ പീസസ് ആക്കി എടുത്താൽ മതി. ഇനിയിപ്പോൾ നമുക്കത് സെർവ് ചെയ്യാം. ഭയങ്കര സിമ്പിളാണെങ്കിൽ നല്ല ടേസ്റ്റിയാണ് ചോറുണ്ണാൻ. ഇതും ഒരു തൈരൊക്കെ ഉണ്ടെങ്കിൽ സെറ്റാണ് ചോറുണ്ണാൻ. ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള ഇപ്പം മല്ലിയിലയും കരിവേപ്പിലയൊക്കെ ഇഷ്ടമാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടി ടേസ്റ്റ് ചെയ്യും. ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നൊരു മുട്ടത്തോരനാണ്. അതിന് വേണ്ടി മുട്ട, തേങ്ങ, സവോള ചെറുതായിട്ട് അരിഞ്ഞതാണ്, പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ വേണ്ടത് മെയിനായിട്ട് എണ്ണ വേണം, കുറച്ച് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി, ഇത്രയും സാധനം മതി. ഭയങ്കര സിമ്പിളായിട്ട് ഇത് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ചീൻചട്ടി വെച്ച് ചീൻചട്ടി നന്നായിട്ട് ചൂടായി വന്നപ്പോഴത്തേക്കും നമ്മൾ അതിനകത്തേക്ക്